നമസ്കാരം. നമസ്കാരം. ഒത്തിരി ഒച്ചത്തിൽ പറയണം കേട്ടോ. നമസ്കാരം. അപ്പോൾ കിഷ്കിന്ധകാണ്ഡം മനസ്സിലായല്ലോ അല്ലേ? നമ്മളിതിൻ്റെ ടൈറ്റിൽ തംബ്നെയിലിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മൂവിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? സെപ്റ്റംബർ 19 നമ്മുടെ തൃപ്പൂണിത്തുറ ന്യൂ സെൻട്രൽ ടാക്സിയിൽ പോയിട്ട് കിഷ്കിന്ധകാണ്ഡം കണ്ടിട്ട് വരുന്ന വഴി ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ 4 മണി അല്ലേ ആ ഷോയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. തിരിച്ചു വരുമ്പോൾ ലൈറ്റൊക്കെ കുറവായിരുന്നു. അതുമല്ല എൻ്റെ ഭാര്യയ്ക്ക് മറ്റേ ജിമ്മിൽ പോകണം. ഓണമൊക്കെ ആയിട്ട് കുറച്ച് നാളും ജിമ്മിൽ പോയില്ല. തടി കൂടിയെന്നൊക്കെ പേടിച്ചിട്ട് പുള്ളിക്കാരത്തി ജിമ്മിലേക്കൊക്കെ ഓടാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലായിരുന്നു. പക്ഷെ പടം ഞങ്ങൾ കണ്ടിട്ട് ഇറങ്ങി വീട്ടിൽ വന്നിട്ടൊരു ഇതാണെന്ന് പറഞ്ഞപ്പോഴേക്കും ജിമ്മിൽ പോയി വന്ന് പിന്നെ ബാക്കിയുള്ള അടുക്കള ജോലി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ തിരക്കിലേക്ക് പോയി. ഇനിയും നമ്മൾ വൈകിക്കുന്നില്ല. കാരണം ചൂടൊപ്പം പോലെ നമ്മൾ കാര്യം പറയണ്ടേ അല്ലേ? കാണാം. കിഷ്കിന്ധകാണ്ഡം എന്ന് പറഞ്ഞൊരു സിനിമ സത്യത്തിൽ ഈ ഒരു സിനിമ കണ്ടിട്ട് എന്താ പറയണ്ടേ എന്നുള്ളത് ഞങ്ങളെ 3 പേരെ സംബന്ധിച്ചിട്ട്. ഇതിനു മുമ്പ് ഒരു മൂവിയെക്കുറിച്ച് പറഞ്ഞിരുന്നു, ആടുജീവിതം ഇല്ലേ? നമ്മളന്ന് ഒരുമിച്ച് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു ആവേശത്തിമിർപ്പിൽ തന്നെ അത് പറഞ്ഞിരുന്നു. ആടുജീവിതം എന്ന സിനിമ ഞങ്ങൾക്ക് 3 പേർക്കും, കാരണം പൊതുവേ ഞങ്ങൾക്ക് 3 പേർക്കും ഓരോ മൂവികൾ എന്ത് കണ്ടാലും വിരുദ്ധമായ കുറേ അഭിപ്രായങ്ങൾ 3 പേരിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ വളരെ ഒരു കൃത്യമായ അഭിപ്രായം അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇത് വന്നത് ആടുജീവിതത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്നത് ഈ ഒരു സിനിമയിലാണ്, കിഷ്കിന്ധകാണ്ഡം. അമ്മയ്ക്ക് കുറച്ച് പല കാര്യങ്ങളിലൊരു ഇതുണ്ട്. പക്ഷേ ഞാനിവനായിട്ടൊക്കെ കുറേയൊക്കെ ഇങ്ങനെ ഇതായിട്ട് പോകാറുണ്ട്. കിഷ്കിന്ധകാണ്ഡം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ മൂവി വരുമ്പോൾ ഈ മൂവിയുടെ വരുന്ന ഒരു കാര്യമൊക്കെ അറിയുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചിരുന്നു, കിഷ്കിന്ധകാണ്ഡം എനിക്കറിയാം. കാരണം രാമായണത്തിലെ ഒരു ഭാഗമാണ് കിഷ്കിന്ധകാണ്ഡം. ശങ്കരനെ അറിയില്ലേ? കേട്ടിട്ടുണ്ട്. അറിയോ സംഭവം? കൃത്യമായിട്ട് അറിയില്ല. അതെ, പക്ഷേ ഇവൻ ചിന്മയെ പഠിച്ചുകൊണ്ട് ഇവന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്നാലും കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. കാരണം നമുക്കൊക്കെ പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇന്നിപ്പോൾ മുത്തശ്ശിമാരും ന്യൂ ജനറേഷനൊക്കെ ആയതുകൊണ്ട് ഇന്നത്തെ പിള്ളേർക്ക് അത് കിട്ടുന്നില്ല. പിന്നെ പണ്ട് ഞങ്ങൾ രാമായണ സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാം ഓരോ കാര്യങ്ങൾ. ഇവനാണെങ്കിൽ അത് കണ്ടിട്ടില്ല. ഇവനിപ്പോൾ ആകെ രാമായണം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഭാസ് അഭിനയിച്ച രാമായണം അല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് കിഷ്കിന്ധകാണ്ഡം എന്ന് പറഞ്ഞ അതല്ല ഇന്നത്തെ ജനറേഷനിലുള്ള പിള്ളേർക്കൊക്കെ രാമായൺ എന്നൊക്കെ പറയുമ്പോൾ പ്രഭാസ് അഭിനയിച്ച രാമായണൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നവരുണ്ടല്ലോ. നീ പിള്ളേരല്ല, പ്രായപൂർത്തി. ശരി, തല്ലുപിടിക്കണ്ട കാര്യം പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കിഷ്കിന്ധകാണ്ഡം, കിഷ്കിന്ധം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ആരാണ് ഭരിച്ചിരുന്നത് അറിയോ? ഇല്ല, പലർക്കും അറിയില്ല. പക്ഷെ എനിക്കറിയായിരുന്നു. അത് ബാലി, സുഗ്രീവൻ, അതായത് നമ്മുടെ ശ്രീരാമൻ എന്ന് പറയുന്ന രാമായണത്തിലെ നായകനായ ശ്രീരാമൻ, സീത, ഇവരിങ്ങനെ ഈ വനവാസത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഓരോ ആരണ്യകാണ്ഡം ഇല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാണ്ഡങ്ങളുണ്ട് ഈ രാമായണത്തിൽ. കിഷ്കിന്ധ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് ശബരിയാണെന്ന് തോന്നുന്നു, രാമനോട് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ വാനരന്മാരെ കൊണ്ട് നമുക്ക് ഈ ലങ്കയിലെത്താൻ കഴിയും, അല്ലെങ്കിൽ സീതയെ തേടാൻ കഴിയും. സീതയെ നഷ്ടപ്പെട്ടല്ലോ. സീതയെ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും കൂടെ. ആ സമയത്താണ് ഇവിടെ ചെല്ലാൻ പറഞ്ഞത്. അന്ന് അവിടെ ചെല്ലുമ്പോൾ സുഗ്രീവൻ എന്ന് പറയുന്ന ബാലി, സുഗ്രീവൻ, അവർ നമ്മൾ ഈ സഹോദരങ്ങൾ പോലുള്ള മറ്റേ പ്രശ്നം നടക്കുമ്പോൾ പറയും, ഒന്നും പറയണ്ട, ബാലി സുഗ്രീവന്മാരാവന്മാർ. കാരണം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ. ബാലി ഭയങ്കരമായിട്ടുള്ള കുശാഗ്ര ബുദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുഗ്രീവൻ പാവം, സുഗ്രീവൻ്റെ ഭാര്യ വരെ സ്വന്തം ഭാര്യയാക്കി. അങ്ങനെയൊക്കെ ഭയങ്കര കഥകളുണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ സുഗ്രീവൻ ഒളിവിൽ പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് സുഗ്രീവനെ ചെന്ന് കണ്ട് സുഗ്രീവന് തൻ്റെ കൂടെയുള്ള സൈന്യങ്ങൾ കൊടുത്ത് ബാലിയെ നമുക്ക് കീഴ്പ്പെടുത്താം. കാരണം ബാലിയുടെ ഭാഗത്ത് ഒരുപാട് കുറ്റങ്ങളുണ്ട്. അങ്ങനെ ബാലിയെ കീഴ്പ്പെടുത്തി. എൻ്റെ ബാലി സുഗ്രീവനെ ഒരുപോലെ ഇരിക്കുന്നത്, ഒറ്റ ഫേസാണ്, ഇരട്ടവറ്റവരാ. അങ്ങനെ വരും. അവിടെയാണ് ഹനുമാൻ എന്ന് പറയുന്ന ആ ഒരു വാനരനെ ശ്രീരാമൻ പരിചയപ്പെടുന്നത്. പിന്നീട് അറിയാലോ, ശ്രീരാമൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ ആ ദൈവത്തിന് നമ്മളല്ലെങ്കിൽ ആ ഒരു ഇതിൽ പുരുഷനിൽ ഏറ്റവും കൂടുതൽ ആരാധന എന്ന് പറയുന്നത് ആർക്ക്? ഹനുമാനാണ്.
ശ്രീരാമൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ചങ്ക് ഹൃദയം ഇങ്ങനെ പിളർത്തി നിൽക്കുന്ന ഒരു ഇതുണ്ട് ഹനുമാൻ ഇവിടെയുണ്ട് ഇല്ലേ. അപ്പോൾ അതൊക്കെ ഈ പറയുന്നത് അത് ആ ഒരു സ്നേഹത്തിൻ്റെ ആഴമാണത്. അവിടെ വച്ചാണ് ഹനുമാൻ ശ്രീരാമൻ്റെ ലക്ഷ്മണൻ്റെ ഒപ്പം കൂടുന്നത്. പിന്നീട് ശ്രീരാമൻ്റെ കൂടെ തന്നെ നിഴല് പോലെ ഹനുമാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സുഗ്രീവന് വേണ്ടിയിട്ട് ഭാര്യയെ കീഴ്പ്പെടുത്തി സുഗ്രീവന് രാജ്യം തിരിച്ചു കൊടുത്ത് ആ വാനരപ്പടയാണ് ലങ്കയിലേക്ക് പോയതും അല്ലെങ്കിൽ സീതയെ തേടാൻ വേണ്ടി നടന്നത്. അങ്ങനെയാണ് ലങ്കയിലേക്കൊക്കെ പോകാനുള്ളൊരു വഴി തുറന്നത് ഈ വാനരന്മാർ. ശരിക്കും പറഞ്ഞാൽ കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്ന ഈ ഒരു പേര് ഈ സിനിമയ്ക്ക് ആപ്റ്റാണെന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ബ്രില്യൻസ്. ഒരുപക്ഷെ ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കാണണമെന്ന് പോലും സംശയം തോന്നും. എന്താ ശരിയല്ലേ ഞങ്ങൊരു കിഷ്കിന്ധ കാണ്ഡം. ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് ഈ പേരിനെ കുറിച്ച് ഇല്ലേ. അതല്ലടാ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈ പേരിനൊരു ഇൻട്രസ്റ്റിംഗ് തോന്നും, പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരും ഉണ്ടാവും. ഞാൻ ആക്ച്വലി ഇതിന്റെ ട്രെയിലർ ഒന്നും റിവ്യൂ പോലും കാണാണ്ട് പോയതാ. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഞാനും ഈ പറഞ്ഞ മാതിരി ട്രെയിലർ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് വാനരന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ റിവ്യൂ ഞാൻ പൊതുവേ ഇവർ കഥ മുഴുവൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ റിവ്യൂ അവിടെ കട്ട് ചെയ്യും. കാരണം എനിക്കിഷ്ടമല്ല ഞാൻ റിവ്യൂ നോക്കാറില്ല, തിയേറ്റർ റെസ്പോൺസ് നോക്കാറില്ല. കാരണം സിനിമ ഇറങ്ങി പകുതിയാകുമ്പോൾ തന്നെ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നവരാണ് ചില സിനിമാക്കാരൊക്കെ അങ്ങനെയാണ്. പകുതിയാകുമ്പോൾ തന്നെ കേക്കൊക്കെ മുറിച്ച് അടിച്ചു പൊളിച്ചു വിജയിച്ചു മൊത്തം നമ്മളെ പടം അതാണെന്നൊക്കെ പറയും. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് സൂക്ഷ്മതയോടെ പോകണം. അതാണ് അതിൻ്റെ സിനിമ. ഇപ്പുറത്തോട് ഇങ്ങനെ കയറി ബാക്കിലേക്ക് വരും. അതായത് ഈ ബാക്കിലേക്ക് വരാൻ പറഞ്ഞാൽ ഇവിടെ കയറാൻ പറഞ്ഞാൽ അതായത് ഈ സിനിമ കാണണമെങ്കിൽ അതിൻ്റെ സൂക്ഷ്മതയോടെ കാണണം. എൻ്റെ ഭാര്യ വന്നിട്ട് അടുക്കളയിൽ അറിയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ സത്യം പറഞ്ഞാൽ ഇന്നലെ ശങ്കുരു ബുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കിഷ്കിന്ധ ഈ ഓണത്തിന് ഒരുപാട് സിനിമകൾ ഇറങ്ങി. എല്ലാ സിനിമകളും നല്ലതാണ്, എല്ലാ സിനിമകളും നല്ല. മമ്മൂക്കയും ലാലേട്ടനും ഒഴിച്ച് ബാക്കി എല്ലാവരുടെ സിനിമകൾ. നിങ്ങളുടെ എല്ലാ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞോ? ഞങ്ങളിങ്ങനെ കാര്യത്തിലേക്ക് അപ്പൊ നീ പറഞ്ഞു. എനിക്ക് വേറൊന്നുമില്ല. ഞങ്ങള് ഒരു ധാരണയില്ലാതെ പോയി കണ്ട പടം. പക്ഷെ പപ്പയ്ക്ക് ധാരണ, എനിക്കും അമ്മയ്ക്ക് ഒരു ധാരണയില്ല. എന്താണ് കഥയുടെ ഒരു സംഭവങ്ങളും അറിയാതെ പോയി. നല്ല പടം മാത്രം കേട്ടു, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ആരൊക്കെയോ പറഞ്ഞു ഭയങ്കര ഇറങ്ങിയപ്പോ അവര് ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരു ഫീലിങ്സിൽ ഇറങ്ങി. അപ്പൊ വിചാരിച്ചു എന്തായാലും കണ്ടേക്കാന്ന്. പക്ഷെ ആദ്യമൊക്കെ ഞങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ടേ ഞങ്ങൾ എപ്പോഴും സിനിമയ്ക്ക് പോകാറില്ല. ഞങ്ങൾ വളരെ അപൂർവ സിനിമയ്ക്ക് പോകാറുള്ളൂ, സത്യം പറയാലോ. കാരണം ഞങ്ങൾ 3 പേരും കൂടെ സിനിമയ്ക്ക് പോകാനാണ് എപ്പോഴും താല്പര്യം. പിന്നെ ഇവന് ഇടയ്ക്ക് മറ്റേ ഇവന്റെ കുറച്ച് അന്യഭാഷാ ചിത്രങ്ങൾ ഏതെങ്കിലുമൊക്കെ അടിപൊളി ഇടിവെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവന്റെ കൂട്ടുകാരുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് കണ്ടത് ആടുജീവിതം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാനല്ലാണ്ട് കുറെ പോയി കാണാറുണ്ട് ഇവര്. പക്ഷെ ഞങ്ങൾ എന്താ പറയുമ്പോ ഞങ്ങളിങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടേ ഞങ്ങൾ ഈ റിവ്യൂ അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് അല്ല നോക്കണത്. നമ്മളുടെ അടുക്കപ്പെട്ടവർ നമ്മളോട് വിളിച്ചു പറയും എൻ്റെ കണ്ടില്ലേ, എൻ്റെ പൊന്നോ കാണണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിലേക്ക് ഇങ്ങനെ ആവേശം നുരഞ്ഞ് പറഞ്ഞ് നമ്മളെങ്ങനെയെങ്കിലും കാണണം എന്നുള്ളൊരവസ്ഥ അത് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായി. പിന്നെ മറ്റേ സിനിമ മറ്റേ ടോവിനോടെ അജയന്റെ ഏറം രണ്ടാം മോഷണം, അതും ഈ പറഞ്ഞ മാതിരി അതൊരു അമർ ചിത്രകഥ കാണുന്ന മൂടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സിനിമയ്ക്ക് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി, ഒരു സൈക്കോളജിക്കൽ മിസ്റ്റിക് ത്രില്ലർ, അതായത് നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കോമഡി ഇല്ല, ഒരു ഡാൻസ് ഇല്ല, പ്രണയമില്ല, ഒരു തമാശയില്ല, ഒരു ചിരിക്കാൻ പോലും സാധനമില്ല, ഒരു ആക്ഷൻ സീക്വൻസ് തുടങ്ങിയ ഷോട്ട് മുതൽ എൻഡ് വരെയും ഒരു സ്ലോ പേസിൽ. അല്ല, ഇതൊന്നുമില്ലാത്ത ഒരു സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്താ ഇതിൻ്റെ അകത്തുള്ളൊരു സൈക്കോളജി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം ഞാൻ പറയണത്. അല്ല, അതാണ് സിനിമ എന്നല്ല. സിനിമ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് അല്ലേ. പക്ഷെ നമ്മളിപ്പോ ചിലവര് പറയില്ലേ ഫെസ്റ്റിവലാണ്, ഒന്ന് ചിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡാൻസ് കാണണം, ഒരു ആക്ഷൻ സീക്വൻസ് കാണണം, ഒരു മാസ് ഡയലോഗ് കേൾക്കണം, ഒരു പഞ്ച് ഡയലോഗ് കേൾക്കണം. ഇതൊന്നും ആ സിനിമയ്ക്കില്ല. എന്നാൽ സൂപ്പർ താരങ്ങളുണ്ടോ? അതുമില്ല. സൂപ്പർ താരങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മമ്മൂക്ക, ലാലേട്ടൻ ഇല്ലേ. നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഫെസ്റ്റിവലിലൊക്കെ ഇവരുടെ പടങ്ങളാണ്. ഇവരാണല്ലോ ഏറ്റവും സുപ്രീം സ്റ്റാർസ്. അവരുമില്ല. എന്നിട്ടും ഈ സിനിമ ആസിഫ് അലി എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നടനാണ്.
നല്ലൊരു പിന്നെ പേഴ്സണലി നല്ലൊരു സൈലന്റ് കില്ലറാണ് ആസിഫ് അലി. ഇങ്ങനെ നിശബ്ദമായിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കീഴ്പ്പെടുത്തി കളയില്ലേ, കൊന്നു കളയും നമ്മളെ. അതാണ് ആസിഫ്. അതുപോലെ അപർണ ബാലമുരളി. അപർണയ്ക്കൊന്നും ഇതൊരു സിമ്പിളായിട്ട് അഭിനയിച്ചിരിക്കുന്ന അപർണയൊക്കെ ഭയങ്കര ഇമേജോ ബ്യൂട്ടി കോൺഷ്യസോ ഒരു മണ്ണാങ്കട്ടയില്ല. ഏറ്റവും വലിയ ഒരു തമാശയാണ് ഞാൻ പറയട്ടെ ഇതിൻ്റെ ഇടയ്ക്ക്. ഞങ്ങൾ മഴവിൽ മനോരമയുടെ ഒരു ഷോയ്ക്ക് പോയപ്പോഴാണ് അപർണ അന്ന് സ്റ്റാറൊക്കെ ആയിട്ട് നിൽക്കുക, മഹേഷിൻ്റെ പ്രതികാരമൊക്കെ കഴിഞ്ഞ് അന്ന് വന്നിട്ട് അന്ന് ഞങ്ങളോട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണേ, ബീന ചേച്ചിയുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബീന വായി വിളിച്ചില്ല, എൻ്റെ വീട്ടിലോ? ആ വൈറ്റിലേൽ പൊന്നുരുന്നിയില്ലേ, ഞാനും അമ്മയും കൂടി പോകുമ്പോൾ ആരോ പറഞ്ഞത് ഈ ബീനാൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി വന്നപ്പോൾ ഞാനാണ് ചെന്ന് തോന്നുന്നത് ബീനാൻ്റെ ബീന എന്തോ തിരക്കിലപ്പോൾ ഞാൻ പറഞ്ഞു ബീന എന്തോ ഇതിലായിരുന്നു കേട്ടോ. കാരണം ഒരു അമ്മയും മോളും കൂടെ വന്നിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്നൊക്കെ അല്ലേ ഓർമ്മയില്ലേ? അതേതൊരു ഷോ മറ്റേ മഴവിൽ മനോരമയുടെ ഒരു ഷോയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ. ആ കുട്ടിയെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്കൊരു ഗ്ലാമർ നടി എന്നുള്ളതല്ല, ഒരു പക്ഷെ ഭയങ്കര സിമ്പിൾ. നമ്മുടെ വീട്ടിലൊരു കുട്ടീനെ പോലെ തോന്നിയോളൂ. ഇതില് ഏറ്റവും പറയാം ആസിഫ് അലിയും അപർണ ബാലമുരളി നായകനും നായികയെ മാറ്റി നിർത്താം. വിജയരാഘവൻ, കുട്ടേട്ടൻ. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇവള് മെസ്സേജ് ഇട്ടു, ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചു, ഒരു മെസ്സേജ് ഇട്ട് വിളിച്ചിരുന്നു അല്ലേ? ഭയങ്കര സന്തോഷത്തിൽ തിരിച്ചു വിളിച്ചു. കാരണം എനിക്ക് ഒരുപാട് എന്താണ് ചേറാടിക്കറിയൊക്കെ പണ്ടൊക്കെ ചെയ്തില്ലേ, അപ്പോഴൊന്നും ഒരു എന്താ പറയാ ഒരുപാട് മനസ്സിൽ ഇത് വെച്ച ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. ക്യാരക്ടറിനെ പറ്റിയൊന്നും പറയുന്നത് കുട്ടേട്ടൻ ശരിക്കും പറഞ്ഞാൽ കുട്ടേട്ടനല്ല അതിൻ്റെ അകത്ത്. അല്ല വേറൊരു എനിക്ക് അതിശയം തോന്നിയത് ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ആവാതെ ആ ക്യാരക്ടറിനെ അങ്ങനെ ഈ സിനിമയില് വിരല് ഏതൊക്കെ ഭാഗങ്ങളിലും അതൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം. നിശബ്ദത പോലും. കൂടുതൽ പറയണ്ട മനു. അല്ല ഞാൻ കഥ പറയില്ല, കഥ പറഞ്ഞ് ഞാനിതിനെ സ്പോയിലാക്കില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ നിങ്ങളോട്. പറഞ്ഞോളാം. ഈ സിനിമ നമ്മൾ കണ്ടിട്ട് അതിന്റെ ജോലികൾ ചെയ്യും. ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ, അതായത് മറുനാടൻ മലയാളി നമുക്കറിയാം, നമ്മുടെ ശ്രീ ഷാജൻ സ്കറിയ സാർ, പുള്ളി ഇതിനു മുമ്പ് ഞങ്ങളൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി. കാരണം ആടുജീവിതത്തെക്കുറിച്ച് പുള്ളി ഒരു ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അന്നേരം പിന്നെ പുള്ളി വിളിച്ചൊക്കെ ഞങ്ങളോട് സംസാരിച്ചു, പുള്ളിയുടെ രീതിയിൽ. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളിയുടെ ഒപ്പം നിൽക്കുന്നത് പുള്ളി അതിനുശേഷം അങ്ങനെ റിവ്യൂ ഇടുന്ന ആളല്ല, ഞങ്ങൾ റിവ്യൂ ഇടുന്ന ആളല്ല. പുള്ളി പറഞ്ഞൊരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്, ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കാണ് നഷ്ടം. കാരണം തിയേറ്ററിൽ പോയി കാണണം. ഇല്ലടാ കാണണം, തിയേറ്ററിൽ പോയി കാണണം, നല്ല തിയേറ്ററിൽ പോയി കാണണം. അല്ലാതെ ഒരു ഫീഡ്ബാക്ക് അതിന് കിട്ടും. നമുക്കിപ്പോൾ OTT-യിൽ മൊബൈലിൽ മറ്റേ TV-യിലൊക്കെ കാണാം, അതെല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ പോയി കാണണം. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. ഞാനിത് നമുക്ക് റിവ്യൂ ഇടാനൊന്നും അറിയില്ല, നമുക്കിതിൻ്റെ സാങ്കേതികതകൾ പറയാൻ അറിയില്ല. പക്ഷേ ഇങ്ങനെ നല്ല സിനിമകൾ വരുമ്പോൾ കാരണം എന്തൊരു ചങ്കൂറ്റമാണ് ഇവർക്ക്. അതായത് ഒന്നാമത്തെ ഇവരുടെ പേര് സത്യം പറഞ്ഞ് നമ്മൾ സുപരിതരല്ല ഇവർ. അതായത് ഇതിൻ്റെ ഡയറക്ടർ ശ്രീ ദിൽജിത്ത് അയ്യത്താൻ, ഇതിനു മുമ്പ് പടം പിടിച്ചത് മറ്റേ ആസിഫിനെ വെച്ച് ഞാൻ നോക്കിയപ്പോൾ പുള്ളിനെ കണ്ടത് മറ്റേ ഒരു പടം ഉണ്ടായിരുന്നു പുള്ളിയുടെ, അത്ര വലുതായില്ല, ആസിഫിനെ വെച്ചേ. ഓക്കെ. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ്, എൻ്റെ തിരക്കഥാ സംഭാഷണം അത് മിസ്റ്റർ ബാഹുൽ രാജേഷ്, അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ക്യാമറയും. തിരക്കഥാ സംഭാഷണം എഴുതുന്ന ആൾ ക്യാമറ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, എൻ്റെ അമ്മേ. ആ തിരക്കഥാ സംഭാഷണം അങ്ങനെ തന്നെ ക്യാമറയിലേക്ക് അതായത് ഇദ്ദേഹം ഈ ബാഹുൽ രാജേഷ് എന്ന് പറഞ്ഞൊരു പുള്ളി, അദ്ദേഹം കൊണ്ടുപോവാണ് നമ്മളെ. ഞാൻ പറയാ ഈ ഇപ്പൊ ഇന്ത്യയിൽ നിലവിൽ ഇറങ്ങിയേക്കുന്നതില് മഹാരാജ കഴിഞ്ഞ് നല്ലൊരു സ്ക്രീൻ പ്ലേ നമുക്ക് കാണാൻ പറ്റി. എന്ന് പറഞ്ഞാൽ അത്രയും മികച്ചൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. നമ്മളെ പിടിച്ചിരുത്തുന്ന നല്ല എന്താ പറയാ നല്ലൊരു സ്ക്രീൻ പ്ലേ ക്യാമറയും ഒക്കെ. അതുപോലെ ഈ ഡയറക്ടർ ദിൽജിത്ത് അയ്യത്താൻ കൊണ്ടുപോയ ആ ഒരു ബ്രില്യൻസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇവർക്ക് ഇത്ര കഴിവുണ്ട്. ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് കോടികൾ മുടക്കി ഇത്രയും ഒരുപാട് പടങ്ങൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊരു ഞാൻ പറഞ്ഞല്ലോ സൈക്കോളജിക്കൽ ആ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ളൊരു മൂവിയാണിത്. കാരണം ഫെസ്റ്റിവൽ സീസണിൽ നമ്മളൊക്കെ അടിച്ച് പൊളിക്കുക, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. ഓണം, ക്രിസ്മസ്, വിഷു
അതെന്ന് പറഞ്ഞാൽ ഡാൻസ്, പാട്ടത്, മറിച്ചത്, മാങ്ങാത്തിരി, ആക്ഷൻ, മറ്റേതൊക്കെ അല്ലേ. ഇവരുടെ ചങ്കൂറ്റം സമ്മതിച്ചു കൊടുക്കണം. അതായത് ഇതിൻ്റെ മേക്കേഴ്സ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇത് പ്രൊഡ്യൂസ് ചെയ്ത മനുഷ്യനില്ലേ, ഈ മനുഷ്യനുള്ള കാശ് പോകണത്. ഇതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് കാശിട്ടിട്ട് ആ മനുഷ്യൻ്റെ കാശ് മുഴുവൻ പോകുന്നൊരവസ്ഥ വരില്ലേ. അപ്പോൾ ആ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എത്ര സല്യൂട്ട് തന്നാലും മതിയാവില്ല. അത് എല്ലാവരും പോയി മാക്സിമം. അതായത് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ജോബി ജോർജ് തടത്തിൽ. ആക്ച്വലി നമ്മൾ ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, ഇതുപോലത്തെ ടൈപ്പ് മൂവീസ് ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അപ്പം ഇപ്പൊ നോക്കിയപ്പം പകുതിയോളം ഫുള്ളായിരുന്നു, എന്നാലും കുറച്ചുപേര് പകുതിയോ ഒരു 75% ഉണ്ടായിരുന്നു. വർക്കിംഗ് ഡേ ആണ്. ചില സ്ഥലത്തൊന്നും അത്ര അല്ല, അത് ഫ്രണ്ടിൽ ഇപ്പൊ ഈ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്. എന്നാലും നല്ല തിയേറ്ററിൽ അവർ ഫ്രണ്ടിൽ പോയി സിനിമ കാണില്ല. കാരണം ഫ്രണ്ടിൽ പോയി മറ്റേ അതൊക്കെ ഈ ഫസ്റ്റ് ഷോയിലൊക്കെ ഈ മറ്റേതൊക്കെ എറിഞ്ഞിട്ടുള്ള സാധനമില്ല. അല്ല, ലൈക്ക് ഇവിടെ നമ്മൾ പോയ കാര്യമല്ല പറഞ്ഞത്, ചില സ്ഥലത്തൊന്നും ആൾക്കാരില്ല. അപ്പം മാക്സിമം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യും, അതുപോലത്തെ ടൈപ്പ്. അല്ല, ഞാൻ പറഞ്ഞത് അത് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശങ്കരു ഈ പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനത്തെ സിനിമകൾക്കൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അത് എനിക്ക് സത്യം, കാരണം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. കാരണം ഇതിന്റെ BGM ഉണ്ടല്ലോ, BGM ഞാൻ പറയട്ടെ, ഈ BGM ഞാൻ പറയാം, നീ അറിഞ്ഞ തിരിച്ചറിയാൻ പറ്റില്ല. അല്ല, ലൈക്ക് നല്ല ഇത് ചെറുതായിട്ട് എനിക്ക് ഇൻഡസ്റ്റെല്ലാറിന്റെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ പോലെ തോന്നി. ലൈക്ക് നല്ല അതൊരു ഇംഗ്ലീഷ് മൂവിയാണ്, അതെനിക്കറിയില്ല, അത് അറിയാൻ എനിക്ക് അത്ര അറിവില്ല. ഇൻഡസ്റ്റെല്ലാർ ഞാനൊരു കാര്യം പറയാം, ഞാൻ സാധാരണ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ഞാനൊരു കാര്യം പറയാം. ഈ BGM അതിൻ്റെ അകത്ത് വന്നത് എനിക്ക് തിരിച്ചറിയാനേ പറ്റിയിട്ടില്ല. പക്ഷേ ഈ BGM വല്ലാതെ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചു. എന്നുവെച്ചാൽ അതാണ് BGM. എനിക്ക് ആ സിനിമ നമുക്ക് ആ BGM കാണുമ്പോൾ BGM കേൾക്കുമ്പോൾ എന്നുള്ള സാധനം കേൾക്കുന്നതല്ല, ഇത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് വരേണ്ടത് BGM അല്ലേ. നമ്മളറിയാതെ നമ്മുടെ ഹാർട്ടിലേക്കാണ് വരണേ. നമ്മൾ സീനും സീക്വൻസിലും ഈ BGMന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അത് ഗംഭീരമായിട്ടാണ് മിസ്റ്റർ മജീദ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്തു. അത് സിനിമയായിട്ട് എന്തോ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ. എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ ആവേശം കൊണ്ടാണ് ഇത്ര സമയം കൊണ്ട് ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾ മലയാളികൾ, നമ്മുടെ മലയാളികൾ എന്നല്ല, ഏത് ഭാഷയിലും ഈ സിനിമ വിജയിക്കും. എന്നുവെച്ചാൽ മറ്റേ വലിയ ബഹുഭാഷകളിൽ അങ്ങനെ റീമേക്ക് ചെയ്താലല്ല, ഈ സിനിമ അങ്ങോട്ട് കൊണ്ടുപോയാൽ വിജയിക്കും. കാരണം അവിടുത്തെ നായകന്മാർക്കൊക്കെ ഭയങ്കര മാസ് സാധനമൊക്കെ ഇല്ലെങ്കിൽ പറ്റില്ല അല്ലേ. അവിടുത്തെ നായകന്മാർക്ക് ഇതൊന്നും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മലയാള സിനിമയെ ഇത്രയും മറ്റുള്ള ഭാഷക്കാരുടെ ഇടയിലേക്ക് നമ്മളെ അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശില്പികൾക്ക്, അരങ്ങിലും അണിയറിലും പ്രവർത്തിച്ചവർക്കൊക്കെ ഹൃദയത്തിൽ തൊട്ട കൂപ്പുകയും ഈ സിനിമ നിങ്ങൾ കാണണം. കാരണം ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. മറുനാടൻ ശ്രീ ഷാജൻ സ്കറിയ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ നഷ്ടമാണ്, നിങ്ങളുടെ നഷ്ടം. കാരണം പിന്നെ തിയേറ്ററിൽ വരില്ല. തിയേറ്ററിൽ നിന്ന് പോയാൽ പിന്നെ തിയേറ്ററിൽ വരില്ല. പക്ഷെ തിയേറ്ററിൽ പോയി തന്നെ കാണണം ഈ ചിത്രം, കിഷ്കിന്ധ കാണണം. ഇതിൽ കുരങ്ങൻ, വാനരൻ, ഞാൻ ഒരു ചെറിയൊരു സാധനം പറയാം. കുരങ്ങനാണ് നായകൻ, കുരങ്ങനാണ് വില്ലൻ, കുരങ്ങനാണ് വിക്ടിം, കുരങ്ങനാണ് സാക്ഷി. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് കുരങ്ങനാണ് എല്ലാം. പക്ഷെ എന്നാൽ ഈ കുരങ്ങനെ നമുക്ക് എല്ലായിടത്തും കാണാനും പറ്റില്ല. ഈ രീതിയിൽ എങ്ങനെ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റി? ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട്, അതായത് ഇൻ്റർവെല്ലിന് മുമ്പ്. പക്ഷേ ആ ലാഗ് നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ ഈ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു സാധനത്തിൻ്റെ പുറകോട്ടേക്കുള്ളൊരു 2 സ്റ്റെപ്പ് ഉണ്ട്, ഒരു ലാഗ്. അത് കഴിഞ്ഞിട്ട് ഈ സിനിമ പോകുന്നത് എല്ലാം കഴിഞ്ഞ് ഈ ക്ലൈമാക്സിലുള്ള എത്തി നമ്മൾ ഈ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനൊരു സാധനമാണ് നമുക്ക്. അതുമാത്രമല്ല, സിനിമ കഴിഞ്ഞ് നമ്മളുടെ ഒപ്പം തന്നെ ഈ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെ പിന്തുടരും ഇല്ലടാ. കാരണം ആ ഒരു മൂഡിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുന്നില്ല, അതാണ് സത്യം. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയണം. കാരണം നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇതിനെ ഞാൻ റിവ്യൂറും അല്ല, എനിക്ക് ആ സിനിമ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം റിവ്യൂ ചെയ്യാനുള്ള കരുത്തും എനിക്കില്ല. പക്ഷെ ഇങ്ങനെ നിങ്ങളോട് പച്ചയായിട്ട് പറയാൻ എനിക്ക് കഴിയുള്ളൂ. ഏത് തലത്തിലുള്ളവർക്കും. പിന്നെ ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടില്ല. അതെന്താണെന്നറിയാമോ? ചെറിയൊരു കോമൺ സെൻസ് മതി ഈ സിനിമ കണ്ട് മനസ്സിലാക്കാൻ.
ചില ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടില്ല. അതായത് എന്ന് പറഞ്ഞ് ചിരിക്കണം, ഡാൻസ് കണ്ട് പുളകിതരാവണം, ഇടി കണ്ടിട്ട് ഇങ്ങനെ കാണിക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ തിയേറ്ററിൽ പോയാൽ നിരാശപ്പെടേണ്ടി വരും. കാരണം ഈ പറയുന്ന ഒന്നുമില്ല. അല്ലാതെ ഒരു സിനിമ, ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു മീഡിയ അങ്ങനെ കാണാൻ വേണ്ടി പോകും. ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നിങ്ങൾ കൈയടിച്ചിരിക്കും ഈ സിനിമ കഴിഞ്ഞു. പക്ഷെ കൈയടിക്കാൻ പോലും ആർക്കും പറ്റണില്ലെന്നേ. സാധാരണ സിനിമ ഇപ്പോൾ കൈയടിക്കില്ലേ, അതുപോലും പറ്റണില്ല. കാരണം എല്ലാവരും ഇങ്ങനെ ഒരു വല്ലാത്ത മൂഡിലേ, നമുക്ക് കൈയടിക്കാനും പറ്റണില്ല. കാരണം പിന്നെ അവരുടെ യാത്ര കണ്ട് മനസ്സിലാക്കുക. ഈ സിനിമ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് അവരുടെ പോക്ക് നമുക്കറിയാൻ പറ്റില്ല. ഞാൻ സ്പോയിൽ ചെയ്യുന്നതല്ല പൊട്ട, അല്ല നിനക്ക് ഇവന് പേടിയെന്നറിയാമോ? മൊത്തം സ്പോയിൽ ചെയ്തിട്ട് അതിന്റെ പടത്തിന്റെ ഇത് കളയരുത് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഏറ്റവും അടുക്കപ്പെട്ടവർ പറയുമ്പോഴേ, എന്നോട് വിശ്വസ്തരായവർ പറയുമ്പോഴേ ഞാൻ സിനിമ കാണുള്ളൂ. കാരണം അവർ പറയുമ്പോൾ, അതായത് ഇതിൻ്റെ അകത്തെ മിണ്ടരുത്, കൊന്നുകളയെന്ന് പറയും, അതൊന്നും മിണ്ടരുത്. എനിക്ക് ഇത്രയും കേട്ടു, എനിക്ക് ഓക്കെ, ഇനി എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറയും. അതുകൊണ്ട് ഈ ഓണത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ഏത് സിനിമകൾക്ക് പോയാലും കിഷ്കിന്ദ കാണണം, ഒരിക്കലും മിസ് ചെയ്യരുത്. അതുപോലെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏതാ, നമ്മുടെ ടോവിനോടെ അജയൻ്റെ രണ്ടാം മോഷണം. കാരണം അതിനി ഒരു അമർ ചിത്രകഥ കാണുന്ന സുഖത്തോടെ ലാഘവത്തോടെ ഞങ്ങൾ കാണുന്നു. ഇത് വല്ലാത്ത പിരിമുറുക്ക് വരുന്നു ഞങ്ങൾക്ക്, വല്ലാത്തൊരു മാനസികാവസ്ഥ, സൈക്കോളജിക്കലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ സിനിമയിൽ. ആസിഫ്, അപർണ, കുട്ടേട്ട, അശോകൻ ചേട്ട, ജഗദീഷ് ചേട്ട, അങ്ങനെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ച് എല്ലാവരോടും, മദ്യപാന രംഗങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. പിന്നെ ആകെപ്പാടെ ഒരൊറ്റ ഷോട്ടിലല്ലോ ഒരു പുകവലിയുടെ ഒരു പുക വരുന്നത്, അതും കൂടെ ശരിക്കും പറഞ്ഞാൽ വേണ്ടായിരുന്നു. കാരണം അതും കൂടി ഇല്ലാത്തൊരു സിനിമ എന്ന് പറയായിരുന്നു അല്ലേ. ഒരു സാധനവും ഇല്ല, വയലൻസ് ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ലാത്തൊരു സിനിമയൊക്കെയായിരുന്നു. ഒരു പുകച്ചുരുൾ വരുന്ന ഒരു ഷോട്ട് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും ഡയറക്ടറൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. എന്നാലും കുഴപ്പമില്ല, എന്നാലും അത് ക്ലീൻ 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 അത്രേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചത്. സോ കിഷ്കിന്ദ കാണ്ഡം കാണണം. ആഞ്ജനേയ സ്വാമിയേ. താങ്ക് യു.